So we'll discuss the next part, that is question number 3 and 4, section B of our SBR exam. Question number 3 and 4 like വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സിൻസ് കാൻഡിഡേറ്റ്സ് ആർ സ്പെൻഡിങ് ടു മച്ച് ടൈം ഓൺ ക്വസ്റ്റൻ നമ്പർ 1 and 2 ഒരു വളരെ ഈസി മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്ഷൻ ആയിട്ട് പോലും സ്റ്റുഡൻസ് ഫൈൻഡ് ഇസ് റിയലി ചലഞ്ചിങ് ടു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല, എസ്പെഷ്യലി ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ടൊക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് റിയലി പുവർ. ഓക്കെ, സോ വെൻ ദിസ് കംസ് ടു ദാറ്റ് പാർട്ട് അഗെയിൻ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടൈം മാനേജ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ കേസിൽ വരുവാണെങ്കിൽ ഇവിടെ സ്പെസിഫിക്കലി ക്വസ്റ്റ്യൻ നമ്പർ 3 ദേ വിൽ ടെസ്റ്റ് യു ഓൺ സം നോളജ് പാർട്ട്. അത് സ്റ്റാൻഡേർഡ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കാം, അത് ചിലപ്പോൾ വളരെ ബേസിക് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കാം ചോദിക്കുന്നത്. ദറ്റ് ഈസ് IAS 38 ഓർ IAS 37 ഓർ ഇമ്പയർമെൻറ്റ്, ദറ്റ് ഈസ് ടാക്സ്, ഓക്കെ, ഓർ IFRS 5 ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിംഗ് പീരീഡ്. സോ ഇങ്ങനത്തെ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 അവർ ഫോക്കസ് ചെയ്ത് ചോദിക്കുന്നുണ്ടാവുക. സോ ഇവിടെ പ്രോപ്പർ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സ്കോർ ദ മാർക്സ് ഇൻ ക്വസ്റ്റ്യൻ നമ്പർ 3. ബട്ട് ഐ വിൽ സേ ദാറ്റ് കമ്പയർഡ് ടു ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 കുറച്ച് കൺസെപ്ച്വൽ ക്ലാരിറ്റി കൂടുതൽ വേണം ക്വസ്റ്റ്യൻ നമ്പർ 3, കാരണം സെറാനിയസ് വിൽ ബി മോർ ചലഞ്ചിങ്. ബട്ട് ആ കൺസെപ്റ്റ്സ് പ്രോപ്പർലി അറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ നമ്പർ 3 ഈ പറയുന്ന സ്പെസിഫിക് എക്സാംസിൽ ഒരു ചോദിച്ചിരുന്ന സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെയാണ്, വിച്ച് ഇസ് IAS 36 ആൻഡ് IFRS 5 ആൻഡ് IAS 10. അപ്പോൾ ഇത് മൂന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുള്ളതൊന്ന് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് വിത്ത് റെസ്പെക്ട് ടു IAS 36 ഇറ്റ്സെൽഫ്. അവർ ഫസ്റ്റ് പറഞ്ഞത് എക്സ്പ്ലെയിൻ വൈ എ ക്യാഷ് മൈൻഡിങ് യൂണിറ്റ് ഷുഡ് ഹാവ് ബീൻ ടെസ്റ്റഡ് ഫോർ ഇമ്പയർമെൻറ്റ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, എക്സ്പ്ലെയിൻ വൈ ഇറ്റ് ഷുഡ് ബി ടെസ്റ്റഡ് ഫോർ ഇമ്പയർമെൻറ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്താണ്, ആ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് നമ്മൾ എന്തുകൊണ്ട് ചെയ്യണം എന്നാണ് ചോദിച്ചത്, അല്ലാതെ അത് CGU ആണോ അല്ലയോ എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി കാൻഡിഡേറ്റ്സ് വരുത്തിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ട്രെൻഡ് ടു ആസ്ക് വാട്ട് ഈസ് CGUവിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഫാക്ടേഴ്സ്, അതിൻ്റെ ഡെഫിനേഷനൊക്കെ എഴുതി കുറേ സമയം കളയും. അതല്ല ഇവിടുത്തെ ആക്ച്വലി ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻ എന്താ, CGUവിനെ ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്യണോ, എങ്കിൽ ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് ചെയ്യണം, അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. സോ ദോസ് ഹു ആർ റൈറ്റിംഗ് എക്സാക്ട്ലി ടു ദ പോയിന്റ് എന്താണ് റിക്വയർമെൻറ്റ് എന്ന് മനസ്സിലാക്കി എഴുതുവാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസിലി വി ക്യാൻ സ്കോർ ദ മാർക്സ്. അപ്പോൾ ഒരു ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ടെങ്കിൽ മാത്രം ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് നമുക്കറിയാം അല്ലേ. എപ്പാർട്ട് ഫ്രം ഗുഡ് വിൽ ആൻഡ് ഇൻടാഞ്ചിബിൾ അസറ്റ് വിത്ത് ഇൻഡെഫിനിറ്റ് ലൈഫ്, നമ്മൾ ഒരിക്കലും അവിടെ എന്ത് ചെയ്യേണ്ട, ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ രണ്ട് സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഇമ്പയർമെൻറ്റ് റിവ്യൂ ചെയ്യാറുള്ളൂ. ഏതൊക്കെയാണ്, ഗുഡ് വില്ലും ഇൻടാഞ്ചിബിൾ അസറ്റ് വിത്ത് ഇൻഡെഫിനിറ്റ് ലൈഫ്. ബാക്കി എല്ലാ അസറ്റ്സിലും, ഓക്കെ, ബാക്കി ഇമ്പയർമെൻറ്റ് സ്റ്റാൻഡേർഡ് അപ്ലൈ ആവുന്ന എല്ലാ അസറ്റ്സിലും ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇമ്പയർമെൻറ്റ് ടെസ്റ്റ് ചെയ്താൽ മതി. സോ ഇങ്ങനെ സെനാരിയോ വരുവാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എക്സ്പ്ലെയിൻ ദ നോളജ് പാർട്ട് വിത്ത് റെസ്പെക്ട് ടു ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ്. ആ ഇമ്പയർമെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് സെനാരിയോയിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം യു ഹാവ് ടു സജസ്റ്റ്, okay, based on this particular indicator we have to perform the impairment test. So the carrying value of that asset or CGU should be compared with the recoverable amount. If there is a difference, we can say that that's a impairment loss. Carrying value കൂടുതലാണെങ്കിൽ we can say it's an impairment loss. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്ത് പോകാൻ, സ്ട്രക്ചർ ചെയ്ത് പോകാൻ. അപ്പോൾ അനാവശ്യമായിട്ട് എന്താണ് CGU എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യല്, സമയം കളയല്. ഇത് തന്നെയാണ് എക്സാമിനേഴ്സിൻ്റെ കമൻറ്റിലും പറയുന്നത്. So we can just go through the comment. So impairment test necessity, the strong candidates discuss both internal and external indicators of the impairment, specifically mentioning the scenario revenue drop to online shopping. അപ്പോൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ റവന്യൂ വരുന്നില്ല, അല്ലെങ്കിൽ റവന്യൂ ഡ്രോപ്പിനെ അവർ എന്തായിട്ട് കണ്ടു, ഒരു ഇമ്പയർമെൻറ്റ് സിഗ്നലായിട്ട് കണ്ടു. But weaker candidate on the other side focus too much on explaining the CGU concept, the calculation of impairment losses, rather than addressing why the impairment test was needed. So it's very important to address the requirement properly. അതനുസരിച്ച് നിങ്ങളുടെ ആൻസർ എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുക. Next question was with respect to the value in use calculation. So discuss whether the methods used to calculate value in use and the discount rates are acceptable. അപ്പോൾ നമ്മുടെ നോളജ് പാർട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടതാണ് വാല്യൂ ഇൻ യൂസിൻ്റെ കാൽക്കുലേഷൻ. സോ വാല്യൂ ഇൻ യൂസ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അസംഷൻസ് വരുന്നൊരു ഏരിയ ആണ്. So the standard have given clear instructions on how to project the cash flow. Cash flow projection പാർട്ട് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ നോളജ് പാർട്ട് നമ്മൾ ക്ലാസ്സിലും ഡിസ്കസ് ചെയ്തതാണ്. സോ ക്യാഷ് ഫ്ലോ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ബേസ്ഡ് ഓൺ റീസൺ ബഡ്ജറ്റ് വേണം നമ്മൾ എടുക്കാൻ. ബേസ്ഡ് ഓൺ റീസണബിൾ അസംഷൻസ് ആയിരിക്കണം പ്രൊജക്ഷൻ പോകുന്നത്. അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷൻസോ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റേറ്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ഗ്രോത്ത് റേറ്റ് ആയിട്ടൊന്നും എടുക്കല് എന്നൊരു പ്രോപ്പർ ഇൻസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡ് തരുന്നുണ്ട്. In the same way, നമ്മൾ റേറ്റ് യൂസ് ചെയ്യുന്ന സമയത്തും we should consider risk and time value of money. Everything should be considered, and the pre-tax discount rate should be used for finding the value in use. അല്ലേ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടും സ്റ്റാൻഡേർഡിൽ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ആൻസറിലേക്ക് കൊണ്ടുവരണം. ദെൻ വി ഹാവ് ടു അപ്ലൈ ടു ദ സെനാരിയോ. അപ്പോൾ ഇവിടെയും കാൻഡിഡേറ്റ്സ് ആ ഒരു കൺഫ്യൂഷനാണ് കൊണ്ടുവന്നത്, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എ പ്രോപ്പർ ക്ലാരിറ്റി അബൌട്ട് ദ കാൽക്കുലേഷൻ ഓഫ് വാല്യൂ ന്യൂസ്. ജസ്റ്റ് വാല്യൂ ന്യൂസ് എന്താണെന്ന് മാത്രം പഠിച്ചു വെച്ചിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനത്തെ ചെറിയ സ്റ്റാൻഡേർഡ്സ് IAS 38, IAS 36, IAS 37 പോലുള്ള സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ്ലി ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഇവൻ അത് ചെറുതാണെങ്കിലും അതിലെ ലൈൻ ബൈ ലൈൻ പറയുന്ന കാര്യങ്ങൾ സ്റ്റാൻഡേർഡ്സിലെ കൃത്യമായിട്ട് ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. ഓക്കെ, so the responses were varying, with many candidates correctly identifying the issues like inappropriate use of budgets, because 10-year budget ആണ് യൂസ് ചെയ്തത്. We should know that whenever we calculate an expected cash flow, ഒരു 5 yearsന് എബോവ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റ് ഒക്കെ എന്തായിരിക്കും? ഇറ്റ് ഇസ് വെരി അൺറിയലിസ്റ്റിക് ആയിരിക്കും. സോ നമ്മളിപ്പോൾ FM-ലാണെങ്കിലും ഒക്കെ കാണാറുണ്ട്, whenever we predict cash flows, ഒരു 5 years എബോവ് നമ്മൾ ക്യാഷ് ഫ്ലോസ് പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ there is huge uncertainty there. അത് നമുക്കൊരു കൺസേൺ ആയിട്ട് പറയാം. ആൻഡ് ഇൻകറക്റ്റ് ഇൻക്ലൂഷൻ ഓഫ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം, എക്സ്ക്ലൂഡ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് അറിയുക. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റഡ് ക്യാഷ് ഫ്ലോസിൽ നമുക്ക് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം, എന്തൊക്കെ എക്സ്ക്ലൂഡ് ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ടൊരു നോളജ് ഉണ്ടായിരിക്കണം. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഇൻ ഡിസ്കൗണ്ട് റേറ്റ്സിലേക്ക് വരുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഷുഡ് ബി യൂസിങ് ഈസ് റിസ്ക് അഡ്ജസ്റ്റഡ് പ്രീ ടാക്സ് റേറ്റ് വേണം യൂസ് ചെയ്യാൻ. ആൻഡ് ഓവറോൾ മെനി കാൻഡിഡേറ്റ്സ് ഹാവ് ഗിവൺ എ പ്രോപ്പർ ആൻസർ ഫോർ IAS 36. വളരെ ഫെമിലിയർ സ്റ്റാൻഡേർഡ് ആണ്, ലേണിംഗ് ഫ്രം FR itself. But some fail to address the specific question posted. So highlighting the importance of reading and responding to the question asked. അപ്പോൾ ഇവിടെ എക്സാമിനർ വീണ്ടും ഹൈലൈറ്റ് ചെയ്യുന്നൊരു പോയിന്റ്, നിങ്ങൾക്ക് അറിയുന്നൊരു സ്റ്റാൻഡേർഡ് ആണെങ്കിലും ചാടി കയറി നിങ്ങൾ എന്ത് എഴുതാൻ പോകല്, ആൻസർ എഴുതി തുടങ്ങല്. ഇമ്പയർമെന്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇമ്പയർമെന്റിനെ പറ്റി എഴുതാതെ പ്രോപ്പർലി അതിൻ്റെ റിക്വയർമെന്റ് വായിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ആൻസേഴ്സ് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുക. സോ ക്വസ്റ്റ്യൻ നമ്പർ 3യുടെ തന്നെ സെക്കൻഡ് സിറ്റുവേഷൻ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണ്. എപ്പോഴും എക്സാമിനർ വളരെ ഇമ്പോർട്ടൻ്റ്ലി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് IFRS 5 ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ, ബിക്കോസ് ഇറ്റ് ഡീൽസ് വിത്ത് 2 areas. ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ മാത്രമല്ല, IFRS 5 ഹെൽഡ് ഫോർ സെയിലും അസറ്റ് ഹെൽഡ് ഫോർ സെയിലും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനുമാണ്. സോ ഹിയർ എപ്പോഴും കാൻഡിഡേറ്റ്സിൻ്റെ നോളജ് ഇവരെ ടെസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് യു ഷുഡ് ബി ഏബിൾ ടു പ്രോപ്പർലി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ. അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ എന്താണെന്നും ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്താണെന്നും സെപ്പറേറ്റ്ലി അതിൻ്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദേ ക്യാൻ സ്കോർ ഗുഡ് മാർക്സ് ഹിയർ, ബിക്കോസ് കാൽക്കുലേഷൻ വൈസ് ഒന്നും വരുന്നില്ല. ജസ്റ്റ് പ്രോപ്പർലി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് കാണിച്ചാൽ മതി അത് ഹെൽഡ് ഫോർ സെയിൽ ആണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണോ എന്നുള്ളത്. സോ ഈവൻ ഐ ഹാവ് ഷെയർഡ് നോട്ട്സ് ഇൻ യുവർ ഗ്രൂപ്പ്സ്. സോ അത് ഞാൻ ഒന്നുകൂടെ റീഷെയർ ചെയ്യാം. വി ക്യാൻ പ്രോപ്പർലി ഗോ ത്രൂ ദ നോട്ട്സ്. ആ സ്റ്റാൻഡേർഡ് ആസ് ചെയ്യാൻ ഒന്നുകൂടെ പറയുന്നില്ല. ബട്ട് ആ ഒരു നോളജ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് അതൊരു ഹെൽഡ് ഫോർ സെയിൽ ആണോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണോ എന്നുള്ള ആ നോളജ് പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ഈസി ആയിട്ട് നമുക്ക് പിക്ക് ചെയ്യാവുന്നൊരു സ്റ്റാൻഡേർഡ് ആണ്, വളരെ ചെറിയ സ്റ്റാൻഡേർഡ്സ് ആണ്. സോ എന്താണ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലൈക്ക് ഒരു സ്പെസിഫിക് സെഗ്മെൻറ്റ് ഓഫ് എ കമ്പനി ഓർ എ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ എ സബ്സിഡി വിച്ച് ഈസ് ഹെൽഡ് ഫോർ സബ്സിഡി വിച്ച് ഈസ് അക്വയർഡ് വിത്ത് എ വ്യൂ ടു സെയിൽ. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷനിൽ വരുന്നത്. അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആണെങ്കിൽ ലൈക്ക് ഇറ്റ് ഈസ് ലൈക്ക് എ സബ്സിഡറി വിച്ച് ഈസ് പ്ലാനിങ് ടു ഗെറ്റ് സോൾഡ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ് ഈസ് പ്ലാനിങ് ടു ഗെറ്റ് സോൾഡ്, ഓർ an asset which is held for sale, which is immediately available for sale, or management is making a decision to make the sale happen. Okay, or there were active advertisements happening, or active activities have been started to make the sale of that asset. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് അത് എന്തിലോട്ട് മാറുന്നത്, ഹെൽഡ് ഫോർ സെയിലോട്ട് മാറുന്നത്. സോ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ക്ലാരിറ്റി ബിറ്റ്വീൻ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആൻഡ് ഹെൽഡ് ഫോർ സെയിൽ. സോ അഗെയിൻ ഐ വിൽ ഷെയർ ദ നോട്ട്സ് ഇൻ ദ ഗ്രൂപ്പ്സ്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു നോളജ് പാർട്ടാണ്. Because the weak responses where some candidates struggled and presenting the confused answers that failed to differentiate between held for sale and discontinued operation. The confusion highlights the importance of clear and structured responses, the skills expected at the SBR exam level. So it's very important to have a proper conceptual clarity, especially if it's a very small standard. Okay, because while the easier to marks score ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണത്. Then was with respect to IAS 10, so we should have a proper clarity on adjusting ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്സ് ആണോ, എന്തൊക്കെയാണ് അഡ്ജസ്റ്റിംഗ് നോൺ അഡ്ജസ്റ്റിംഗ്, അതിൻ്റെ ഒരു ക്ലിയർ നോളജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആൻഡ് ഡിഫേർഡ് ടാക്സിൻ്റെ ഒരു ഇമ്പാക്റ്റും ചോദിച്ചിട്ടുണ്ട്. സോ ദാറ്റ് വാസ് സംവാട്ട് റിലേറ്റഡ് ടു IAS 10 itself. അപ്പോൾ ഇവൻറ്റ്സ് ആഫ്റ്റർ റിപ്പോർട്ടിങ്ങും IAS 12ൻ്റെയും കണക്ഷൻസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക. ബിക്കോസ് എസ്പെഷ്യലി വെൻ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദ എക്സ്ചേഞ്ച് റേറ്റ്, വെദർ വി ഷുഡ് കൺസിഡർ ഇറ്റ് ഓർ നോട്ട്. ഓക്കെ, ടാക്സ് റേറ്റ്സിൽ ചേഞ്ചസ് വരുന്ന സമയത്താണെങ്കിലും എക്സ്ചേഞ്ച് റേറ്റ്സിൽ ചേഞ്ചസ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും IAS 10ൻ്റെ റോൾ വെച്ചിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ റിപ്പോർട്ട് ഡേറ്റിന് ശേഷം
ടാക്സ് റേറ്റിന് ചേഞ്ച് വന്നു, അല്ലെങ്കിൽ ഡിപ്പോർട്ടിങ്ങിന് ശേഷം എക്സ്ചേഞ്ച് റേറ്റിന് ചേഞ്ചസ് വന്നു, ഹൗ വി വിൽ കൺസിഡർ ഇറ്റ് ആസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ് ഓർ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. ആ നോളജ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇവൻ ദോ ഇറ്റ്സ് എ സ്മോൾ പാർട്ട്, അത് നമ്മൾ കൺഫ്യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. ഓക്കെ, ദിസ് ഇസ് വാട്ട് ദേ ടെസ്റ്റഡ് ഇൻ ക്വസ്റ്റൻ നമ്പർ 3. അപ്പോൾ ക്വസ്റ്റൻ നമ്പർ 3 എപ്പോഴും ഞാൻ പറഞ്ഞ പോലെ ചെറിയ സ്റ്റാൻഡേർഡ്സും വളരെ ചെറിയ ഏരിയാസും ഒക്കെ തന്നെ ആയിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക, ആസ് വി ഹാവ് സീൻ ഇൻ ദിസ് ക്വസ്റ്റ്യൻ. ബട്ട് മോർ ഇമ്പോർട്ടൻ്റ്ലി അതിലെ മൈന്യൂട്ട് പോയിന്റ്സ്, നമ്മൾ വിട്ടു പോകുന്ന മൈന്യൂട്ട് പോയിന്റ്സ് ആയിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ക്വസ്റ്റൻ നമ്പർ 3 നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് മൂവിങ് അഹെഡ് ടു ക്വസ്റ്റൻ നമ്പർ 4. ക്വസ്റ്റൻ നമ്പർ 4 ആണ് എപ്പോഴും എക്സാമിനേഴ്സ് റിപ്പോർട്ട്സിൽ പറയുന്നത് കാൻഡിഡേറ്റ്സിൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ പൂർ ആയതുകൊണ്ട് തന്നെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ക്വസ്റ്റൻ നമ്പർ 4 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബട്ട് അഗെയിൻ കമ്പയർഡ് ടു ദ പ്രീവിയസ് സെക്ഷൻ, ദ ലാസ്റ്റ് മാർച്ച് ആൻഡ് ജൂൺ സെക്ഷൻസ്, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ദ പേപ്പേഴ്സ്, അഗെയിൻ ഇത്രയുടെ ബെറ്റർ ആയിട്ട് കാൻഡിഡേറ്റ്സ് അത് ടൈം മാനേജ് ചെയ്തു എന്നാണ് എക്സാമിനേഴ്സ് പറയുന്നത്. സോ അഗെയിൻ ഫോർ ഓൾ ഓഫ് യുവർ അറ്റൻഡിങ് ദ എക്സാംസ് ഇൻ September 2024, I will kindly request you to make a proper time management schedules and make sure that you attend question number 4. Question number 4 വളരെ ഈസി ആണ്. ഓക്കെ, വളരെ ജനറിക് ആയിട്ടുള്ള ഡയറക്റ്റ് നോളജ് മാത്രം ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്വസ്റ്റൻ നമ്പർ 4. നത്തിങ് റിഗാർഡ് ടു എനി കാൽക്കുലേഷൻസ് ഓർ വെരി കോംപ്ലിക്കേറ്റഡ് സ്റ്റഫ്. ആ നോളജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, വെദർ ഇറ്റ്സ് ആൻ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട്സ് ഒക്കെ ആയിരിക്കും ഈ പ്രാവശ്യം പ്രോബബ്ലി ക്വസ്റ്റൻ നമ്പർ 4 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് ദേ ഹാവ് ഇഷ്യൂഡ് സം ന്യൂ സ്റ്റാൻഡേർഡ്സ്. സോ അതിന് ഇമ്പോർട്ടൻസിനെയൊക്കെ ബേസ് ചെയ്ത് നമുക്കൊരു തിയറി ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം in question number 4. And the previous section they were actually testing on conceptual framework, which is a very generic topic, started to get tested from September 2018. SBR introduced ചെയ്തപ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് conceptual framework. So in the specimen paper they actually discussed about, with reference to IASB conceptual framework, briefly explain why disclosures relating to judgments and estimates are important to investors. So again they are discussing about the importance of disclosures. ഓക്കെ, അപ്പോൾ എസ്റ്റിമേറ്റ്സും അല്ലെങ്കിൽ നിങ്ങളുടെ അസംഷൻസും ഒക്കെ എടുക്കുന്ന സമയത്ത് വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഹാവ് ഡിസ്ക്ലോഷേഴ്സ്, ബിക്കോസ് നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഡിസ്കഷൻ എത്തിയത്, ഓൺ വാട്ട് ബേസിസ് യു അറൈവ് ദാറ്റ് കൺക്ലൂഷൻ. എസ്പെഷ്യലി വാല്യൂ ന്യൂസ് പോലത്തെ കാൽക്കുലേഷൻസ് വരുമ്പോഴും അല്ലെങ്കിൽ ഫെയർ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സിറ്റുവേഷനിലാണെങ്കിൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു എക്സ്പ്ലെയിൻ ടു ദ എക്സാമിനർ ഓർ ഈവൻ ടു ദ ഇൻവെസ്റ്റേഴ്സ് ഇൻ ദ ഡിസ്ക്ലോഷർ നോട്ട് നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ആ കാൽക്കുലേഷൻസ് എടുത്തത്, ഓൺ വാട്ട് ബേസിസ് യു ഹാവ് പ്രൊജക്ട് ദ ക്യാഷ് ഫ്ലോസ്. സോ ദാറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ users or to the investors to have a proper analysis. അപ്പോൾ അത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വളരെ ഈസി മാർക്സ് ആണ് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ വാസ് റിഗാർഡിംഗ് ടു ദ ജഡ്ജ്മെൻറ്റ്സ് ദാറ്റ് യു യൂസ്, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു IFRS 3 ബിസിനസ് കോമ്പിനേഷൻ. ഒരു 3 എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് എ വെരി ഈസി ഏരിയ. ദാറ്റ് ഈസ് ഗുഡ് വിൽ കാൽക്കുലേഷൻ. നമ്മൾ അസംഷൻസ് യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ്. ഫെയർ വാല്യൂ ഓഫ് നെറ്റ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, ഫെയർ വാല്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ദെൻ കണ്ടിജൻറ്റ് കൺസിഡറേഷൻസിൻ്റെ പോലത്തെ കാൽക്കുലേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വി ആർ യൂസിങ് അവർ എസ്റ്റിമേറ്റ്സ്. ആൻഡ് ഡിഫേർഡ് കൺസിഡറേഷൻസ് വരുന്ന സമയത്ത് നമ്മൾ എസ്റ്റിമേറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദിസ് ആർ സം ഏരിയാസ് വേ വി യൂസ് IFRS 3 ബിസിനസ് കോമ്പിനേഷനിൽ ജഡ്ജ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. സോ വി ക്യാൻ സ്പെസിഫിക്കലി സേ ദാറ്റ് ഇറ്റ്സ് എ വെരി ഈസി മാർക്സ്. ഇവിടെയും ചില ക്വസ്റ്റ്യൻസ് ഹാവ് ഗിവൺ സം ജഡ്ജ്മെൻറ്റ്സ് ബേസ്ഡ് ഓൺ പ്രൊവിഷൻസ് ആൻഡ് ബാഡ് ഡെറ്റ്സ്, ബട്ട് അഗെയിൻ ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്പെസിഫിക്കലി IFRS 3 പറയുമ്പോൾ ഗുഡ് വില്ലിനെ ബേസ് ചെയ്ത് നിങ്ങൾ എടുക്കുന്ന അസംഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ that will give you more better marks. To the point നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സോ ഡിസ്ക്ലോഷറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻ നമ്പർ 4 ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ ഡിസ്ക്ലോഷറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻസിനെ ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്സും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ആർട്ടിക്കിൾസും നിങ്ങളൊന്ന് പഠിച്ചിരിക്കുക. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് അഗെയിൻ ഡിസ്കസിങ് അബൌട്ട് ദ ഡിസ്ക്ലോഷർ ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ആൻഡ് എസ്റ്റിമേറ്റ്സ് യൂസ്ഫുൾ ഫോർ ഇൻവെസ്റ്റേഴ്സ്. അതിന് പ്രൊഫഷണൽ മാർക്സും ഉണ്ടായിരുന്നു. സോ the reports highlights that candidates were asked to have a critically assess the disclosures related to property, provisions and inventory ആണ് അവർ ചോദിച്ചത്. സോ അതിനെ ക്രിട്ടിക്കലി അസസ് ചെയ്യാനാണ് പറഞ്ഞത്. ബിക്കോസ് ആ ഒരു ക്രിട്ടിക്കലി അസസ് എന്നുള്ള പോയിന്റ് മോസ്റ്റ്ലി കാൻഡിഡേറ്റ്സ് ഇവിടെ മിസ് ഔട്ട് ആയി പോയിട്ടുണ്ട്. ക്രിട്ടിക്കലി അസസ് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ദ പ്രോസ് ആൻഡ് കോൺസ്. ഇതിലുള്ള ഡിസഡ്വാൻറ്റേജിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ പറയേണ്ടത്. ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇൻ ഡിസ്ക്ലോഷേഴ്സ്. ഡിസ്ക്ലോഷേഴ്സ് നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ എല്ലാവരും ഡിസ്ക്ലോഷേഴ്സ് ഒരേപോലെയല്ല ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ട് ഡിസ്ക്ലോഷേഴ്സിന്. അപ്പോൾ ആ ലിമിറ്റേഷൻസിനെ പറ്റിയിട്ടും നിങ്ങൾ പറയുക. ഓക്കെ, സോ ക്രിട്ടിക്കലി അസസ് എന്ന് പറയുന്ന ആ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ചില കാൻഡിഡേറ്റ്സ് അത് മിസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മെനി കാൻഡിഡേറ്റ്സ് സ്ട്രഗിൾസ് എയ്തർ ബൈ കോപ്പിംഗ് പാർട്സ് ഓഫ് ഡിസ്ക്ലോഷേഴ്സ് വിതൗട്ട് ക്രിട്ടിക്കലി ഓർ ബൈ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ റിക്വയർമെൻറ്റ് ടു ക്രിട്ടിക്കലി അസസ്. അപ്പോൾ ക്രിട്ടിക്കലി അസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൂടെ നമ്മുടെ ആൻസർ പോകേണ്ടത് എങ്ങനെയാണ്, എഗെയിൻസ്റ്റ് ആണ് വരേണ്ടത്. സോ സ്ട്രോങ് ആൻസേഴ്സ് പ്രൊവൈഡഡ് ബാലൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് കമൻറ്റ്
addressing both the usefulness and shortcomings of the disclosure. അപ്പോൾ രണ്ട് ഏരിയാസും ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്ത് പറയാൻ, ഈ പറയുന്ന ക്രിട്ടിക്കൽ അസസ്മെൻറ്റ്സ് ചെയ്യാൻ. So this was the overall areas which is discussed in question number 4. And last and final part was regarding an accounting policy change. So ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡിന് ഒരു അക്കൗണ്ടിങ് പോളിസി ഇല്ല, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ലെങ്കിൽ ഹൗ വിത്ത് റെസ്പെക്ട് ടു വിച്ച് സനാരിയോ വി ഹാവ് ടു അഡ്രസ് ഇറ്റ്. സോ നമ്മളെപ്പോഴും IAS 8ൻ്റെ ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്സ് ആൻഡ് പോളിസീസ് ആൻഡ് പ്രയർ പീരിയഡ് എറേഴ്സ് ആ ഒരു സ്റ്റാൻഡേർഡിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. അപ്പോൾ അത് മിസ് ചെയ്തിട്ടുണ്ട്, കുറേ കാൻഡിഡേറ്റ്സ് ആ ഒരു പോർഷൻ മിസ് ചെയ്തു. സോ ഓൾവേസ് റിമെമ്പർ ദാറ്റ് whenever we have to establish an accounting policy where an issue is not addressed directly in a particular standards, we can do it with reference to IAS 8. So conceptual ഫ്രെയിംവർക്കിനെ ബേസ് ചെയ്ത് നമുക്കൊരു ജഡ്ജ്മെൻറ്റിൽ എത്താം, എസ്പെഷ്യലി ക്രിപ്റ്റോ കറൻസിയിലൊക്കെ നമ്മളതാണ് ചെയ്യുന്നത്. ഫർദർ അതിലൊരു ചേഞ്ചസ് ഒക്കെ വരുവാണെങ്കിൽ when there is a new standard developed for that particular issue, we can treat it as per IAS 8. So those who did not mention IAS 8 were still able to acquire the marks for the parts of the answers which were relevant. ഓക്കെ, അപ്പോൾ ഒരു ഡയറക്റ്റ്ലി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു സനാരിയോനെ ബേസ് ചെയ്തല്ലാതെ കുറേ അപ്ഡേഷൻസ് ഒരു ഇൻ ജനറൽ ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വെൻ ഇറ്റ് കംസ് ടു September 2024 എക്സാം, ദ എക്സാമിനർ ഈസ് ഗോയിങ് ടു ടെസ്റ്റ് ഓൺ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിംഗ്. ഓക്കെ, നമ്മളിപ്പോൾ ആ വീഡിയോയും ചെയ്യുന്നുണ്ടായിരിക്കും, അതൊന്ന് നിങ്ങൾ റെഫർ ചെയ്യാം. Okay, so that's the overall decoding of SBR examiner's report. But at the end of this report, I can say that if you're looking back to the beginning, ഞാൻ പറഞ്ഞ കുറേ പോയിന്റ്സ് നിങ്ങൾ സമ്മറൈസ് ചെയ്ത് വെക്കുക. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം മാനേജ്മെൻറ്റ് ചെയ്യുക, അറ്റൻഡിങ് ദ ഓൾ ക്വസ്റ്റ്യൻസ്, അഡ്രസ്സിങ് എവറി റിക്വയർമെൻറ്റ്സ്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി സ്റ്റാർട്ട് വിത്ത് എ ക്വസ്റ്റ്യൻ ദാറ്റ് യു ആർ കംഫർട്ടബിൾ വിത്ത്. നിങ്ങൾക്ക് എന്താണോ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത്. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും സ്ട്രക്ചറിൽ പോകണമെന്ന് എക്സാമിനർ പറയുന്നില്ല. So if you feel like question number 3 is more comfortable for you, start with question number 3. Or question number 2 is more comfortable for you after having a rough reading on the questions and requirements, you can start with question number 2. So that freedom is there. അപ്പോൾ അതനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്ലാൻ ചെയ്യുക. But you should be able to attend each and every questions and address every requirements as well. അത് നിങ്ങൾ മാക്സിമം ഉറപ്പുവരുത്തുക. Okay, that's it. So all the best for your exam. Okay, so just subscribe to our Alliance Learning official channel as well. So because we'll be giving further updates on every subjects regarding to examiners reports, decoding, and what all important topics which is going to get tested in SBR. We'll be updating you in the coming days in our channel. So that's it from our side.